വല്ലാർപാടം വല്ലാത്ത പാടമായപ്പോൾ വിഴിഞ്ഞം കുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച വീണ്ടും വല്ലാർപാടത്തേക്ക് വിഴിഞ്ഞത്തുനിന്ന് നീണ്ടു. രണ്ടും കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട തീരമേഖലയിലെ രണ്ടു നഗരങ്ങളിലെ രണ്ട് വലിയ സംരംഭങ്ങൾ. വിഴിഞ്ഞം തിരുവനന്തപുരത്തും വല്ലാർപാടം കൊച്ചിയിലും. വല്ലാർപാടം വല്ലാത്ത പാടമായി പോയത് എന്തുകൊണ്ടാണ്? 2011 അന്നത്തെ പ്രധാനമന്ത്രി, കോൺഗ്രസിൻ്റെ UPA ഗവൺമെൻറ് പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ഉദ്ഘാടനം ചെയ്ത വല്ലാർപാടം എന്തേ ക്ലച്ച് പിടിക്കാഞ്ഞത്? അതിന് ഉത്തരവാദി ആരാണ്? ഇപ്പം പല ചർച്ചകൾ നടക്കുന്നുണ്ട്. ഞങ്ങൾ മുമ്പ് ഇതിനെപ്പറ്റി വീഡിയോ ചെയ്താണ്. ഒരു 5-6 മാസം മുമ്പ് വിഴിഞ്ഞത്തിൻ്റെ ആദ്യ ക്രെയിൻ വരുന്ന സമയം മുതൽ ഇങ്ങോട്ട് വിഴിഞ്ഞത്തിൻ്റെ കരാറ് കഴിഞ്ഞിട്ട് അദാനി അത് ഏറ്റെടുക്കുന്ന ഘട്ടം മുതൽ ഇങ്ങോട്ട് പല വീഡിയോകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അന്നൊരു വീഡിയോയിൽ ഞങ്ങൾ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. വല്ലാർപാടത്തിന് ചരമഗീതം എന്ന ഒരു ടൈറ്റിലാണത് കൊടുത്തത്. ചരമഗീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃതപ്രായമായി എന്തുകൊണ്ട് വല്ലാർപാടം കിടക്കുന്നു എന്നർത്ഥത്തിൽ. അതിൽ നിന്ന് ഇപ്പോഴും മാറ്റം വരുന്നത് എന്തുകൊണ്ടാണ്? ചർച്ചയാവുന്നത് എന്തുകൊണ്ടാണ്? 2011 അന്ന് മുഖ്യമന്ത്രി AK ആന്റണി, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി, അദ്ദേഹത്തിന്റെ കാർമ്മികത്വത്തിലാണ് വല്ലാർപാടം ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് കണ്ടെയ്നർ സംവിധാനമായിട്ട് വല്ലാർപാടത്തെ പ്രഖ്യാപിക്കുന്നത്. അവിടെ റെയിലും റോഡും ഒക്കെ ഇപ്പം വിഴിഞ്ഞത്തുനിന്ന് ബാലരാമപുരത്തേക്ക് റെയിലും റോഡും പണിയുന്നത് പോലെ കൊച്ചിയിൽ നിന്ന് വല്ലാർപാടത്തേക്ക് ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള റെയിൽവേ പാലവും റോഡുമൊക്കെ കോടികൾ ചെലവാക്കി പണിത് വലിയ ഗംഭീരമായിട്ട് കെങ്കേമമായിട്ട് ഉദ്ഘാടനം നടത്തിയിട്ട് വല്ലാർപാടം എവിടെ എത്തി എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അതായിരുന്നു ഞങ്ങൾ അന്ന് ചെയ്ത വീഡിയോയിൽ പറഞ്ഞൊരു കാര്യം. വല്ലാർപാടം വന്നത് വിഴിഞ്ഞം വരാതിരിക്കാൻ വേണ്ടിയാണ് എന്ന് ഞങ്ങൾ അന്ന് പറഞ്ഞിരുന്നു. അത് തന്നെ ഇപ്പോഴും പറയുന്നു. വിഴിഞ്ഞം വരാതിരിക്കാൻ വേണ്ടി വല്ലാർപാടം തുടങ്ങിയത് ആരായിരുന്നു? കേന്ദ്രം ഭരിക്കുന്നത് കോൺഗ്രസ് സർക്കാർ, UPA. കേരളം ഭരിക്കുന്നത് കോൺഗ്രസ്. ഈ കരാറ്, കോടിക്കണക്കിന് രൂപയുടെ ഈ കരാറ് ദുബായ് സർക്കാരിന്റെ കീഴിലുള്ള DP വേൾഡിന് കൊടുത്തത് ആരായിരുന്നു? DP വേൾഡിന് കൊടുത്തത് AK ആന്റണി മുഖ്യമന്ത്രി, മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി. അതിൻ്റെ ഉള്ളുകളികൾ, അതിൻ്റെ മറ്റു കാര്യങ്ങൾ ഒക്കെ നമ്മൾ ഊഹിച്ചാൽ മതി. എന്നിട്ട് വല്ലാർപാടം ഇത്രയും കൊല്ലം 2011 മുതൽ 2024 വരെ ഇങ്ങനെ കിടന്നിട്ട് ഇപ്പം എന്തേ പെട്ടെന്ന് DP വേൾഡിനെ അവിടെ വികസിപ്പിക്കാൻ തോന്നിയത്? കഴിഞ്ഞ ദിവസം വാർത്ത വന്നിരുന്നു. DP വേൾഡ്, ദുബായ് പോർട്ട് വേൾഡ്, ദുബായ് സർക്കാരിൻ്റെ സ്ഥാപനം ഇപ്പോൾ വല്ലാർപാടം വികസിപ്പിക്കാൻ പോകും. അപ്പോൾ എന്താ കാര്യം? വിഴിഞ്ഞം വന്നു. ഞങ്ങൾ അന്നും പറഞ്ഞു വിഴിഞ്ഞത്തിൻ്റെ ഫീഡർ പോർട്ട് മാത്രമായിരിക്കും വല്ലാർപാടം എന്ന് ഞങ്ങൾ അന്ന് പറഞ്ഞു, കൊച്ചി തുറമുഖം. അങ്ങനെ പറ്റുള്ളൂ. വിഴിഞ്ഞത്ത് 24 മീറ്റർ വരെ കടലിന് ആഴമുണ്ട്. ലോകത്തെ ഏതു വലിയ മദർഷിപ്പിനും വിഴിഞ്ഞത്ത് അടുക്കാൻ കഴിയും. ഇപ്പൊ തന്നെ 800 മീറ്റർ ബെർത്തുണ്ട്. 2 മദർഷിപ്പുകൾക്ക് വന്ന് നങ്കൂരമിടാൻ പറ്റുന്ന സംവിധാനം വിഴിഞ്ഞത്തായി കഴിഞ്ഞു. 2, 3, 4 ഘട്ടം കഴിയുമ്പോൾ അത് വലിയ തോതിലേക്ക് മാറുകയാണ്. പുലിമുട്ട് ബ്രേക്ക് വാട്ടറിന്റെ നീളവും കൂടുകയാണ്. പക്ഷെ കൊച്ചിയിൽ 12.5 മീറ്റർ മാത്രമേ ആഴമുള്ളൂ. 24 മീറ്റർ വിഴിഞ്ഞത്തുള്ളപ്പോൾ കൊച്ചിയിൽ 12.5 മീറ്റർ ആഴം മാത്രമേ അവിടെ തുറമുഖത്തുള്ളൂ, വല്ലാർപാടത്ത്. അത് തന്നെ ഇനി ഡ്രഡ്ജ് ചെയ്ത് മണ്ണ് ചെളിമാന്തി കപ്പൽ വെച്ചിട്ട് ചെളി മാന്തി അത് 16 മീറ്റർ വരെ ആക്കാനാണ് ഇപ്പൊ ദുബായ് DP വേൾഡ് നോക്കുന്നത്. അതെന്തുകൊണ്ടാണ്? വിഴിഞ്ഞം വന്നു. വിഴിഞ്ഞം വന്നപ്പോൾ ഞങ്ങൾ കൊച്ചിയിലെ ഈ വല്ലാർപാടത്തിനെതിരായിട്ട് ഒരിക്കലും ഒന്നും പറഞ്ഞിട്ടില്ല. വിഴിഞ്ഞം വന്നപ്പോൾ വല്ലാർപാടത്തിനും ഗുണം കിട്ടും, കേരളത്തിന് മുഴുവൻ ഗുണം കിട്ടും. വിഴിഞ്ഞത്തെ പോലെ വല്ലാർപാടവും വികസിക്കട്ടെ. വിഴിഞ്ഞത്ത് വരുന്ന രാജ്യാന്തര കപ്പലുകൾ, മദർഷിപ്പുകൾ, അത് ഫീഡർ വെസലുകളിൽ കൊച്ചിയിലേക്ക് പോവട്ടെ. കണ്ടെയ്നറുകൾ കൊച്ചി മുതൽ അങ്ങോട്ട് പോവട്ടെ, ബേപ്പൂർ വരെ പോവട്ടെ, കോഴിക്കോട് വരെ പോവട്ടെ. അപ്പോൾ കേരളത്തിൻ്റെ വികസന പദ്ധതികളുടെ ഒരു നെറ്റ്വർക്കായിട്ട് അത് മാറും. തുറമുഖ വികസനവും അനുബന്ധ കാര്യങ്ങളും, ലോജിസ്റ്റിക്സ് ഉൾപ്പെടെ, ജലഗതാഗതം, റെയിൽ ഗതാഗതം, റോഡ് ഗതാഗതം, ലോജിസ്റ്റിക്സ്, ഇത് മുഴുവൻ
ഒരു വലിയ രീതിയിലേക്ക് ജമ്പ് ചെയ്യാൻ ഒരു കുതിച്ചു ചാട്ടത്തിന് വിഴിഞ്ഞം കളമൊരുക്കിയപ്പോൾ ഇപ്പൊ DP വേൾഡ് രംഗത്ത് വന്നിരിക്കുന്നത് ഞങ്ങൾ കൊച്ചി വികസിപ്പിക്കുകയാണ്. കൊച്ചി വികസിപ്പിക്കുന്നത് അവർക്ക് നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഈ ഇത്രയും ദോഷകരമായ ഒരു കരാർ, 2500 കോടി രൂപയുടെ കരാറ് ആന്റണി സർക്കാർ, AK ആന്റണി സർക്കാർ ഒപ്പുവെച്ചിട്ട് 2011 അതിന്റെ ഉദ്ഘാടനം തുടങ്ങിയിട്ട് പിന്നെ ഇപ്പൊ വരെ എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ ഇപ്പോ ഇനി 16 മീറ്റർ വരെ ആഴം കൂട്ടാൻ പോകുന്നു. അന്ന് പറഞ്ഞത് ഒരു വർഷം 5.5 ദശലക്ഷം 5.5 മില്യൺ കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാവുന്ന തുറമുഖമായിട്ട് വല്ലാർപാടം മാറ്റും എന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഒരിക്കലും 7 ലക്ഷം കണ്ടെയ്നർ പോലും കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഒരു വർഷം 5 മില്യനാണ് പറഞ്ഞത്. 1 ലക്ഷ്യവും കൈവരിക്കാത്ത ഇത്. പിന്നെ ഒരു വർഷം ഈ ചെളി നീക്കാൻ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് ചെലവഴിക്കുന്നത് 100 കോടി രൂപയാണ് ഓരോ വർഷം. അപ്പൊ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ചെളി നീക്കാൻ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് മാത്രം 1000 കോടി രൂപ ചെലവാക്കി. ഒരു വർഷം 1 കോടി രൂപ. ഇത് ഇവര് നൽകുന്ന ദുബായ് DP വേൾഡ് കൊടുക്കുന്ന ഈ റോയൽറ്റിയിൽ നിന്നും കിട്ടുന്ന പൈസയുടെ ബഹുഭൂരിപക്ഷം പൈസയും മണ്ണ് മാന്താൻ, ചെളി നീക്കാൻ ഉപയോഗിക്കപ്പെടുകയാണ്. അപ്പൊ കൊച്ചിക്ക് ഒരു ഗുണം അതുകൊണ്ട് കിട്ടുന്നില്ല, പോർട്ട് ട്രസ്റ്റിന് ഗുണം കിട്ടുന്നില്ല, നാടിന് ഗുണം കിട്ടുന്നില്ല. ഇതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. അപ്പൊ ഇപ്പോ എങ്ങനെ വീണ്ടും ജീവൻ വെച്ചു വല്ലാർപാടത്തിന്? ഇതാണ് കാര്യം. നല്ലത് വരട്ടെ, ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു. വിഴിഞ്ഞത്തിന് ഉപോത്ബലകമായിട്ട് ഒരു ഫീഡർ പോർട്ടായിട്ട് വല്ലാർപാടം വികസിക്കട്ടെ, ഇഷ്ടംപോലെ ചരക്ക് ഗതാഗതം ഉണ്ടാവട്ടെ. നാടിനും ഗവൺമെന്റിനും കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും ഒക്കെ അതിൻ്റെ ഗുണമുണ്ടാവും. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് നമ്മൾ പറയുകയാണ്. അപ്പോൾ കേരളം മുഴുവൻ ഒരു വികസന സാധ്യതകൾ തുറന്നു കൊടുക്കുകയാണ് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം എന്നൊരു കാര്യം നമ്മൾ അംഗീകരിക്കണം. ഇതാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, വിഴിഞ്ഞത്ത് ഇന്ത്യയിലെ 13 തുറമുഖങ്ങളിൽ പ്രധാന തുറമുഖങ്ങൾ 13 തുറമുഖങ്ങളാണ്. ബേപ്പൂരും പിന്നെ കൊല്ലവും അങ്ങനെയുള്ള ചെറുതൊക്കെ നമ്മൾ വിടുന്നു. രാജ്യത്ത് പ്രധാന 13 തുറമുഖങ്ങളിൽ 12ഉം പൊതുമേഖലയിലും ഗുജറാത്തിലെ മുന്ദ്ര അദാനിയുടെ സ്വന്തം പേരിലുമാണ്. പൂർണ്ണമായും സ്വകാര്യവൽക്കരിച്ച ഒരു തുറമുഖമാണ് മുന്ദ്ര. ബാക്കി 12ഉം സർക്കാർ ഉടമസ്ഥതയിലാണ്, കൊച്ചിൻ ഹാർബർ ഉൾപ്പെടെ, കൊച്ചി തുറമുഖം ഉൾപ്പെടെ. പക്ഷെ അവിടെയെല്ലാം ഈ 12ൽ ഭൂരിപക്ഷം പൊതുമേഖലാ തുറമുഖങ്ങളിൽ ഇപ്പൊ ബിസിനസ് നടത്തുന്നത് അദാനി പോർട്സ് ആണ്. വിഴിഞ്ഞത്ത് അദാനിയുടെ മാത്രം തുറമുഖമല്ല, കേരള സർക്കാരിനാണ് ഏറ്റവും വലിയ മുതൽ മുടക്ക്. കഴിഞ്ഞ ദിവസം അതിന്റെ കണക്കുകൾ ഞങ്ങൾ പറഞ്ഞതാണ്. കേന്ദ്ര സർക്കാർ തരാമെന്ന് പറഞ്ഞ പൈസ ഇതുവരെ തന്നിട്ടില്ല. നാളെ തരുമായിരിക്കും. അദാനി കാര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. ഇനി 2, 3, 4 ഘട്ടങ്ങളിൽ അദാനി ഇൻവെസ്റ്റ് ചെയ്ത് 10,000 കോടിയുടെ നിക്ഷേപം വരുമെന്നാണ് പറയുന്നത് വിഴിഞ്ഞത്ത്. ഇതുവരെ പ്രധാന മുതൽ മുടക്ക് നടത്തിയത് കേരളമാണ്, കേരള സർക്കാരാണ്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് വീഡിയോ അവസാനിപ്പിക്കാം. വിഴിഞ്ഞത്തിന് ഉമ്മൻചാണ്ടിയുടെ മുൻ മുഖ്യമന്ത്രിയുടെ പേരിടണമെന്ന് പറഞ്ഞ കുറെ കോൺഗ്രസ്സുകാർ ഇവിടെയുണ്ട്. വിഴിഞ്ഞം എങ്ങനെയാണ് വന്നത്? വിഴിഞ്ഞത്തിന്റെ നാൾ വഴി ഒന്നുകൂടി വിശദമായിട്ട് പറയാൻ മറ്റൊരു വീഡിയോ ചെയ്യേണ്ടി വരും. പക്ഷേ ഒരു കാര്യം മാത്രം ഇവിടെ പറയാം. VS സർക്കാർ ഇരിക്കുന്ന കാലത്ത്, VS അച്യുതാനന്ദൻ സർക്കാർ ഇരിക്കുന്ന കാലത്ത്, LDF സർക്കാരിന്റെ കാലത്ത് സൂം ഡെവലപ്പേഴ്സുമായിട്ട് കരാർ ഒപ്പിട്ടപ്പോൾ ആ കരാറ് അംഗീകരിക്കാതിരുന്ന കേന്ദ്ര സർക്കാർ ആരായിരുന്നു? അത് തട്ടിമറിച്ച പ്രതിരോധ മന്ത്രി ആരായിരുന്നു? സാഷാ ലേഖെ ആന്റണി. മറന്നുപോകരുത് ചരിത്രങ്ങൾ. ഒന്ന് കേരള മുഖ്യമന്ത്രിയായിട്ടിരുന്നിട്ട് വിഴിഞ്ഞത്തെ മുടക്കിയിട്ട് വല്ലാർപാടം കൊണ്ടുവന്നു. അദ്ദേഹം കേന്ദ്ര പ്രതിരോധ മന്ത്രിയായ UPA 1 and 2 10 വർഷത്തോളം. അന്ന് VS അച്യുതാനന്ദൻ സർക്കാർ അംഗീകരിച്ച എഗ്രിമെന്റ് പ്രപ്പോസൽ, സൂം ഡെവലപ്പേഴ്സിന് ചൈന കണക്ഷൻ എന്ന് പറഞ്ഞിട്ട് അന്നത്തെ പ്രതിരോധ മന്ത്രി അത് നിഷേധിച്ച് അനുവാദം കൊടുത്തില്ല. AK ആന്റണി. അവസാനം ആ കരാർ റദ്ദായി. പിന്നെ ഉമ്മൻചാണ്ടി സർക്കാർ വന്നു. എന്നിട്ട് അവസാന നാൾ വരെ മിണ്ടാണ്ടിരുന്നിട്ട്
അധികാരം ഒഴിയുന്നതിന് മുമ്പ് ഒരു ധാരണാപത്രം അദാനിയായിട്ട് ഒപ്പുവെച്ചു. അദാനിക്ക് ഏറ്റവും ഗുണപ്പെടുന്ന രീതിയിൽ ആ കരാറാണ് ഇതിൽ ഏറ്റവും വലിയ തിരിച്ചടിയായത്. ഈ DP വേൾഡുമായിട്ട് വെച്ച കരാറ് പോലെ തന്നെ അദാനിയുമായിട്ട് ഉമ്മൻചാണ്ടി വെച്ച സർക്കാർ ധാരണാപത്രത്തിലെ എഗ്രിമെന്റിലെ വ്യവസ്ഥകളാണ് ഏറ്റവും വലിയ തിരിച്ചടിയായത്. അദാനിക്ക് ഏറ്റവും ഗുണകരമായ രീതിയിൽ അത് നിഷേധിക്കാൻ പിണറായി സർക്കാർ തയ്യാറായില്ല. കാരണം വീണ്ടും പദ്ധതി മുടങ്ങും. 30 കൊല്ലം വെറുതെ പോയില്ലേ? ആരാ ഉത്തരവാദി? എന്നിട്ടിപ്പോൾ ഉമ്മൻചാണ്ടിയുടെ പേരിടണം. ഒരു കാര്യം ഞങ്ങൾക്ക് പറയാനുണ്ട്, ഉമ്മൻചാണ്ടിയുടെ പേരിടണോ വേണ്ടോ അത് രണ്ടാമത്തെ കാര്യം. പക്ഷേ അതിന് മുമ്പേ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഈ കേരളം ഭരിച്ച മുഖ്യമന്ത്രിമാരിൽ കേരളത്തിന് ഗുണപ്പെടുന്ന എന്തെങ്കിലും ഒന്ന് AK ആന്റണി ചെയ്തിട്ടുണ്ടോ? സമീപകാല മുഖ്യമന്ത്രിമാരിൽ കേരള ചരിത്രത്തിലെ ഈ നാടിന് ഗുണപ്പെടുന്ന എന്തെങ്കിലും ഒരു കാര്യം അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോഴോ കേന്ദ്രത്തിൽ പ്രതിരോധ മന്ത്രിയായിട്ടിരിക്കുമ്പോഴോ ചെയ്തിട്ടുണ്ടോ? നോ. ഒരു ബിഗ് നോയാണ് അതിൻ്റെ ഉത്തരം. പക്ഷെ കെ കരുണാകരൻ ചെയ്തതിന്റെ ഏറ്റവും നല്ല എക്സാമ്പിളാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളം. കോൺഗ്രസ്സുകാർക്ക് ഉമ്മൻചാണ്ടിയോടി കാണിക്കുന്ന സ്നേഹം അന്നുണ്ടായിരുന്നെങ്കിൽ കെ കരുണാകരൻ മരിക്കുന്നതിന് മുമ്പ് തന്നെ നെടുമ്പാശ്ശേരി എയർപോർട്ടിന് കെ കരുണാകരൻ എയർപോർട്ട് എന്ന് പേരിടാമായിരുന്നു. അത് കേന്ദ്രം കോൺഗ്രസ് അല്ലേ ഭരിക്കുന്നത്, UPA. എന്താ ഇടാഞ്ഞത്? കോൺഗ്രസ്സുകാരോട് ഞങ്ങൾ ചോദിക്കുകയാണ്. ഈ കേരളത്തിലെ കോൺഗ്രസിലെ ഗ്രൂപ്പിൽപ്പെട്ട നേതാക്കൾ ഈ നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? പറയട്ടെ. ജീവിച്ചിരിക്കെ പേരിടാമോ? എന്നാ പിന്നെ എന്താ കുഴപ്പം? അഹമ്മദാബാദിലെ വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് നരേന്ദ്രമോദി സ്റ്റേഡിയം പ്രധാനമന്ത്രിയുടെ പേരിൽ അതിന് പേരിടാമെങ്കിൽ, നരേന്ദ്രമോദി സ്റ്റേഡിയം എന്നിടാമെങ്കിൽ, കേന്ദ്രം ഭരിച്ച കാലത്ത്, കേരളം ഭരിച്ച കാലത്ത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് കെ കരുണാകരൻ മെമ്മോറിയൽ വിമാനത്താവളം ഇടാമായിരുന്നില്ലേ? എന്താ ചെയ്യാതിരുന്നത്? ഇപ്പൊ വന്നിട്ട് ഉമ്മൻചാണ്ടിയുടെ പേരും പറഞ്ഞിറങ്ങിയിരിക്കുക. ഈ പദ്ധതിയെ അട്ടിമറിച്ചവരാരൊക്കെയാണെന്ന് ജനങ്ങൾക്കിപ്പോൾ അറിയാം. ഇതിപ്പോൾ യാഥാർത്ഥ്യമായത് പിണറായി 1ാം സർക്കാരും 2ാം സർക്കാരും അധികാരത്തിൽ വന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇത് യാഥാർത്ഥ്യമായത്. VS അച്യുതാനന്ദൻ സർക്കാർ കൊണ്ടുവന്നതിനെ അട്ടിമറിച്ചവരാണ് അന്ന് കേന്ദ്രം ഭരിച്ച UPA സർക്കാർ. അതിന് അട്ടിമറിച്ച ആളാണ് AK ആന്റണി എന്ന് പറയുന്ന അന്നത്തെ പ്രതിരോധ മന്ത്രി. ജനങ്ങളും പബ്ലിക് മെമ്മറി ഈസ് വെരി ഷോർട്ട് എന്നൊരു പ്രയോഗമുണ്ട് ഇംഗ്ലീഷിൽ. പൊതുജനത്തിന് പബ്ലിക് മെമ്മറി എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞതെല്ലാം പെട്ടെന്ന് മറന്നു പോകും. പുതിയ വിവാദങ്ങൾ ഒരു മതിൽ ചാടിക്കയറും. പക്ഷെ നമ്മൾ ചരിത്രം വിലയിരുത്തണം. ആര് എവിടൊക്കെ എന്തൊക്കെ പാര വെച്ചു, എന്തൊക്കെ തടസ്സപ്പെടുത്തി എന്ന് നമ്മൾ വിലയിരുത്തണം.